നിവിൻ പോളിയുടെ സർവമായ മൂവിയുടെ ക്ലൈമാക്സ് എല്ലാവർക്കും കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവും. കാരണം ഡെലൂലു പറയുന്ന ഫീച്ചേഴ്സൊക്കെ സെയിം ആയിട്ട് തന്നെ നിവിൻ പോളിക്ക് ഇതിനകത്ത് അവരെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിവിൻ പോളി തന്നെയാണോ ഡെലൂലുവിൻ്റെ ലവർ എന്ന് നമുക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ പറയുന്നുണ്ട് ഡെലൂലു അയാളെ പരിചയപ്പെട്ടത് ബാംഗ്ലൂർ ഒരു ഫ്രണ്ട് വഴിയാണെന്ന്. പക്ഷെ നിവിൻ പോളി അതേ സമയത്ത് നാട്ടിൽ തന്നെയായിരുന്നു. അങ്ങനെ നമുക്ക് ഉറപ്പിക്കാം ഡെലൂലു പറഞ്ഞ വ്യക്തി നിവിൻ പോളിയായിട്ട് സാമ്യമുണ്ടെന്നല്ലാതെ നിവിൻ പോളി അല്ല എന്ന് നമുക്ക് അങ്ങനെ ഉറപ്പിക്കാം. അതുമാത്രമല്ല, ഇതിനകത്ത് മായ മാത്രമാണ് ഒരു ഗോസ്റ്റ് ആയിട്ടുള്ളത്. നിവിൻ പോളി സ്റ്റിൽ ഒരു മനുഷ്യനാണ്. അപ്പം ഇൻ കേസ് അയാൾക്ക് പരിചയമുള്ളതോ അല്ലെങ്കിൽ പ്രണയിക്കുന്ന വ്യക്തിയോ അയാൾക്ക് കണ്ടാൽ തിരിച്ചറിയാനുള്ള ബോധവും പക്വതയും ഉള്ള ഒരു മനുഷ്യനാണ്. അപ്പം ഏതായാലും അങ്ങനെ നോക്കുമ്പോഴും പ്രഭേന്ദു അല്ല ഡെലൂലുവിൻ്റെ കാമുകനെന്ന് നമുക്കിതിൽ നിന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പിന്നെ ഡെലൂലുവിന് എന്തുകൊണ്ട് പ്രഭേന്ദുവായിട്ടൊരു കണക്ഷൻ വന്നു എന്ന് ചോദിച്ചാൽ അത് നമുക്ക് മനസ്സിലാക്കാം. പ്രഭേന്ദുവിന് മ്യൂസിക്കിലൊരു പാഷനുണ്ട്, അതുപോലെ തന്നെ ഡെലൂലുവിനും ഉണ്ട്. കൂടാതെ ഡെലൂലു പ്രണയിച്ച വ്യക്തിക്ക് നിവിൻ പോളിയുടെ സെയിം ഫീച്ചേഴ്സ്, അതായത് ഏജ് കൂടുതലും വേറെ റിലീജിയൻ, അതായത് ഹിന്ദു, പിന്നെ താടിയുള്ളതൊന്നും ഇവർ പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡെലൂലു നിവിൻ പോളിയുടെ കഥാപാത്രമായ പ്രഭേന്ദുവായിട്ട് ഒരു കണക്ഷൻ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതായിരിക്കാം മേ ബി അവർ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്.